മകം നക്ഷത്രക്കാർ ജീവിതത്തിൽ ആരോഗ്യപരിപാലനത്തിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ എന്നാണ് ഈ വീഡിയോ നമ്മൾ പരിശോധിക്കാനായിട്ട് പോകുന്നത്. മകം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് 1-ാമത്തെ വയസ്സിലും 3-ാമത്തെ വയസ്സിലും ജലദോഷങ്ങളാലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവാം. 5-ാമത്തെ വയസ്സിൽ പോയ്സൺ മൂലമോ ഉഷ്ണവ്യാധികളാലോ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നേരിടാൻ സാധ്യതകൾ ഏറെയാണ്. 9-ാമത്തെ വയസ്സിൽ വളർത്തുമൃഗങ്ങളെ കൊണ്ടോ മറ്റ് മൃഗങ്ങളെ കൊണ്ടോ ശല്യങ്ങൾ നേരിടാൻ സാധ്യതകളും കാണുന്നു. 15-ാമത്തെ വയസ്സിലാവട്ടെ ഫുഡ് പോയ്സൺ വളരെയധികം ശ്രദ്ധിക്കണം എന്ന് സൂചിപ്പിക്കുന്നു. ആ സമയത്ത് വെള്ളം കുടിക്കുന്നത് പോലും വിഷാംശമായിട്ട് മാറാനുള്ള സാധ്യതകൾ ഏറെയുള്ള ഒരു കാലഘട്ടമാണ്. 15-ാമത്തെ വയസ്സിലാവട്ടെ ദഹനക്കേട് മൂലം ബുദ്ധിമുട്ടുകൾ നേരിടാൻ സാധ്യതകളും കാണുന്നു. 24-ാം വയസ്സിലും ഉദരവ്യാധിയാലും ഗ്യാസ് ഫോർമേഷൻ മൂലവും ദഹന വ്യവസ്ഥകളുടെ തകരാറ് മൂലവും അസുഖങ്ങൾ വരാനുള്ള സാധ്യതകൾ ഏറെയായതുകൊണ്ട് നല്ല ശ്രദ്ധയും കരുതലും വേണം. തക്കതായിട്ടുള്ള ചികിത്സാ കാര്യങ്ങളും ഫലപ്രദമാക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാലഘട്ടമാണ്. 40-ാമത്തെ വയസ്സിൽ വളർത്തുമൃഗങ്ങളെ കൊണ്ടോ മറ്റ് മൃഗങ്ങളെ കൊണ്ടോ ഉപദ്രവങ്ങൾ നേരിടാനുള്ള സാധ്യതകൾ കാണുന്നു. 47-ാമത്തെ വയസ്സിൽ സർപ്പദോഷങ്ങൾ ഏൽക്കാൻ സാധ്യതയുള്ള ഒരു സമയമായതുകൊണ്ട് നമ്മൾ വളരെയധികം ശ്രദ്ധയും കരുതലും വേണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. 50-ാമത്തെ വയസ്സിൽ സാമ്പത്തികമായ സഹായിച്ച വ്യക്തികൾ മൂലം പല ബുദ്ധിമുട്ടുകളും നേരിടാനും നമ്മളിന്ന് പല മോഷണങ്ങളും നടക്കാനും നഷ്ടങ്ങളോ പരാജയങ്ങളോ സംഭവിക്കാനും സാധ്യതയുള്ള ഒരു കാലഘട്ടമായതുകൊണ്ട് സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധയും കരുതലും വേണ്ട ഒരു കാലഘട്ടമായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. 56-ാമത്തെ വയസ്സിൽ അഗ്നിബാധാ ദോഷങ്ങൾ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു കാലഘട്ടമായതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധയും കരുതലും വേണം എന്ന് കാണുന്നു. 80-ാമത്തെ വയസ്സിൽ വീണ്ടും ഉദരവ്യാധിയാൽ പല പ്രശ്നങ്ങളും നേരിടാനുള്ള സാധ്യതകളുണ്ട്. എങ്കിലും ചികിത്സാ കാര്യങ്ങൾ ഫലപ്രദമാക്കുന്ന പക്ഷവും അവരവരുടെ സമയങ്ങളെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ ദോഷപരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്ന പക്ഷവും നമ്മളതിനെ മറികടക്കാനായി കൊണ്ട് സാധിക്കും എന്നുള്ളതും സൂചിപ്പിക്കുന്നു. ഈ സന്ധികളെല്ലാം തരണം ചെയ്യുന്ന പക്ഷം 90-ാമത്തെ വയസ്സിൽ ചിങ്ങമാസത്തിലെ ചൊവ്വാഴ്ചയും ചോതി നക്ഷത്രവും അപരപക്ഷ നവമിയും കൂടിയ ദിവസം ഉദിച്ച് 2 നാഴിക്ക് ശേഷം ചില ആപത്തുകൾ വന്നു ഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് ശാസ്ത്രങ്ങളിൽ സൂചിപ്പിക്കുന്നു. ഈ ഘട്ടങ്ങളും കടന്നു കിട്ടുന്ന പക്ഷം 96-ാമത്തെ വയസ്സിൽ മീനമാസത്തിലെ ഞായറാഴ്ചയും ദ്വാദശി ഉദിച്ച് വയറ് വേദനയാൽ ആപത്തുകൾ സംഭവിക്കുമെന്ന് ജ്യോതിഷ ഗ്രന്ഥങ്ങൾ സൂചിപ്പിക്കുന്നു. ഇത്തരം കാര്യങ്ങൾ മകം നക്ഷത്രക്കാർക്ക് ഒരു മുൻകരുതൽ എന്നുള്ള നിലയ്ക്ക് ശാസ്ത്ര രൂപേണ നമുക്ക് പകർന്നു തരുന്ന കാര്യങ്ങളാണ്. ഈ കാര്യങ്ങളെല്ലാം ഉപകാരപ്രദമാവുന്നു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബന്ധുമിത്രാദികൾക്ക് ഷെയർ ചെയ്യാനും പ്രത്യേകിച്ച് മറക്കരുത്. ഇതിനു മുമ്പുള്ള എല്ലാ വീഡിയോയും നമ്മുടെ ചാനൽ മെയിൻ പേജിൽ കയറി കാണാവുന്നതാണ്. ഇതുമായി കൂടുതൽ വിശദാംശങ്ങൾ ആവശ്യമുള്ള പക്ഷം, ജാതക പരിശോധന മുതലായിട്ട് കാര്യങ്ങളെല്ലാം ആവശ്യമുള്ള പക്ഷം മുകളിൽ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നേരിൽ വരാൻ ആഗ്രഹിക്കുന്നവർ മുൻകൂട്ടി ബുക്ക് ചെയ്ത ശേഷം നേരിൽ വരാവുന്നതുമാണ്. ദൂരെയുള്ളവർക്ക് ഓൺലൈൻ വഴി കൺസൾട്ടേഷൻ മുതലായിട്ട് കാര്യങ്ങൾ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അതും പ്രയോജനപ്പെടുത്താവുന്നതാണ്. ചെറിയ സംശയങ്ങളൊക്കെ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്ന പക്ഷം തീർച്ചയായിട്ടും മറുപടി എല്ലാവർക്കും ലഭിക്കുന്നതുമാണ്. അപ്പോൾ എല്ലാവർക്കും ഈശ്വരാനുഗ്രഹങ്ങളും ദീർഘായുസ്സും ഭഗവത് പ്രീതി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത ഒരു നല്ല വീഡിയോയുമായിട്ട് വീണ്ടും കാണും വരേക്കും എൻ്റെ നമസ്കാരം.